ഇന്ന് സൺഡേ ആയിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റത്. ആകെ ഒരു ഞായറാഴ്ചയാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഉമേഷ് വിശക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉമേഷ് തന്നെ പോയി ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. സാരില്ല, അങ്ങനെ ഇട്ട് കുടിക്കണത് നല്ലതാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും വേറെ ഒന്നുമില്ല, പുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പഴമുണ്ട്, ഒരു പഴമുണ്ട്, അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതല്ല, 2 പഴമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പുട്ടുണ്ടാക്കണത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു റീലിൽ കണ്ടാണ്, ആരോ പറയണതായിട്ടാണ് നമ്മൾ പുട്ടിൻ്റെ നടുവിൽ പീനട്ട് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം തോന്നിയിട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് നോക്കിയപ്പോൾ തോന്നി വെറുതെ ആ പുട്ട് വേസ്റ്റായി, ഒന്നിനും കൊള്ളില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, പിള്ളേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. എന്തോ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ വരണ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇതിനും നന്നായെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് എന്തെങ്കിലും വേണ്ടേ സ്പെഷ്യലായിട്ട്? നമ്മൾ ഇന്ന് പോർക്കാണ് വെക്കണത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ തോന്നും കേട്ടോ. ഈ പോർക്ക് നമുക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 3 കിലോ പോർക്ക് ഉണ്ടാവും. 3 തോന്നുന്നു കേട്ടോ, അതോ 2.5 ആണോന്ന് അറിയില്ല. ഇത് ഉമേഷാണ് വൃത്തിയാക്കി തന്നത് കേട്ടോ. ഇത് ഉമേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ബാച്ചിലേഴ്സിനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കിയത്. അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു കോട്ടയം സ്റ്റൈൽ പോർക്കായിരുന്നു കേട്ടോ. അത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാം റെഡി ആയിട്ട് ലാസ്റ്റ് ഉമേഷിന് കേട്ടോ ഉപ്പും എന്തെങ്കിലുമൊക്കെ കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ ഇല്ലേ, നമ്മുടെ ബീഫ് വരട്ടിയ പോലെ തോന്നി. എന്നിട്ട് ഞാൻ കുറച്ച് പുട്ടുണ്ടായിരുന്നു രാവിലത്തെ, അതിൻ്റെ കൂടെ കൊട്ടി കഴിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല കുറച്ച് എരിവിലാട്ടോ ഞാൻ വെച്ചത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആരുടെ നോക്കിയിട്ട് വെച്ചെന്ന് എനിക്കറിയില്ല, ആരുടെയും നോക്കി വെച്ചതാണ് യൂട്യൂബിലത്തെ. പിന്നെ വൈകുന്നേരമായി, നല്ല ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മടിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചൂടായതുകൊണ്ട് ചെടിയൊക്കെ പെട്ടെന്ന് വാടി ഉണങ്ങി നിൽക്കുക. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു. പിന്നെ നൈഹുക്കുട്ടീനെ പഠിപ്പിക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ സെൽഫ് ഇൻട്രഡക്ഷനും പിന്നെ പോയം ചൊല്ലലൊക്കെ ഉണ്ട് കേട്ടോ. പോയം ചൊല്ലുമ്പോൾ അതിന് പറ്റിയ ആക്ഷൻസും പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം കേട്ടോ. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാവും. ഇവിടെ നിന്നൊക്കെ അടിപൊളിയായിട്ട് ആൾ പാടുണ്ട്. ഇനി അവിടെ ചെന്ന് മൈക്കിൽ പറയുമോയെന്നാണ് എനിക്കറിയാത്തത് കേട്ടോ. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോൾ നമ്മളിന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. ഉമേഷാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മാഗിയും കൊണ്ട് സ്റ്റോൺ പേപ്പർ സിസറില്ല, അത് കളിച്ചു കേട്ടോ. അത് കളിച്ചു വയറ് നിറഞ്ഞ്. നാളെ പിന്നെ കുറച്ച് ലേറ്റായിട്ട് എണിച്ചാൽ മതി കേട്ടോ. ഒരു 6 മണിക്കൊക്കെ എണിച്ചാലും മതിയായിരിക്കും. നാളെ നൈനൂന് സ്കൂളില്ല. നൈഹൂന് ഒരു 8 മണിയാകുമ്പോഴേക്കിനും ബസ് വരും. അപ്പോഴേക്കിനും പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ. ആ ഒരു ചെറിയ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാ